ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രീ സീസൺ ടൂർ ആരംഭിച്ചിരിക്കുകയാണ്. അതിലെ ഫസ്റ്റ് മാച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിസസ് വെസ്റ്റ് ഹാം വിജയത്തോടു കൂടി തന്നെ തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്. നല്ല നല്ല മാറ്റങ്ങളാണ്. കഴിഞ്ഞ ഫസ്റ്റ് ഒരു ഫ്രണ്ട്ലി ഉണ്ടായിരുന്നു ലീഡ്സിന്റെ കൂടെ. അത് വെച്ച് അപേക്ഷിച്ച് നോക്കുന്ന നേരം ഫസ്റ്റ് 60 മിനിറ്റ്സ്, അതായത് ഫുള്ള് സബ്, ടോട്ടൽ സബ് മാറി അടുത്ത സബ്സ് എല്ലാവരും വന്നത് 66. അപ്പൊ ആ ഫസ്റ്റ് 60 മിനിറ്റ്സ് നല്ല പോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ കളി കണ്ടിട്ടില്ല. സത്യം പറയാലോ, കളി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഹൈലൈറ്റ്സ് ആണ് കണ്ടത്. ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് എന്തോ കുറച്ചൊരു മെച്ചപ്പെട്ട പോലെ തോന്നി. ഫസ്റ്റ് തന്നെ ആ ഒരു ഹോയിലുണ്ടിന്റെ ഒരു നല്ലൊരു റണ്ണും ആ ഒരു ഷോട്ട് ബാറിന് തട്ടി, അത് ഗോൾ കീപ്പറിനെ വരെ ബീറ്റ് ചെയ്ത് പോയതായിരുന്നു. ഫിനിഷിങ്ങിലുള്ള പോരായ്മ തന്നെയാണ്. പിന്നെ വേറൊരു ചാൻസും കൂടി, 2 ക്രോസ് ബാറുകളായിരുന്നു ഹോയിലൻഡിന്റെ അടുത്ത് വന്നത്. പക്ഷെ ഹി ലുക്സ് സം ഷാർപ്പൺ. അതാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മളൊരു സ്ട്രൈക്കറിന്റെ പിന്നാലെ പോകുന്നില്ല എന്നുള്ള ഒരു വാർത്തകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഹോയിലൻഡ് തന്നെ ശരണം, ഹാലൻഡ്, കുന്നംകുളം ഹാലൻഡിനെ തന്നെ ശരണം വിളിച്ചിട്ടുള്ളേ നമുക്ക് കാര്യമുള്ളൂ. അപ്പൊ അവന് ഒരു നല്ല ബുദ്ധി തോന്നിയിട്ടൊന്ന് നന്നാവാനുള്ള തീരുമാനമാണെങ്കിൽ, അതാണ് ഇന്നലെ കണ്ടത്, വെസ്റ്റ് ഹാമിന്റെ കൂടെ കണ്ടത് അതാണെങ്കിൽ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അത്രേ ഇപ്പൊ പറയാനുള്ളൂ. പക്ഷെ നല്ല കളിയായിരുന്നു. ബ്രൂണോന്റെ ആ പൊസിഷനിൽ വന്നപ്പോഴാണ് ബ്രൂണോന്റെ കളി വരുന്നത്. കാരണം ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞു, എനിക്ക് എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്, ബ്രൂണോ ആ ഡീപ്പില് നമ്മുടെ കസമറോന് പെയറായിട്ട് അല്ലെങ്കിൽ ഉഗാർട്ടെ മൈനുവിന്റെ പെയറായിട്ട് കളിക്കുമ്പോൾ ബ്രൂണോന്റെ കളി അവിടെ വരുന്നില്ല. പക്ഷെ ഇപ്പൊ എംബോമ കൂടി വന്നുകൊണ്ട് ഇനിയിപ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. കാരണം ബ്രൂണോനെ ഒഴിവാക്കാനും പറ്റില്ല. ബ്രൂണോ ക്യാപ്റ്റനാണ്, കപ്പിത്താനാണ്. ബ്രൂണോനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു കളി നടക്കുകയില്ല. ഇനിയിപ്പോ എന്താവോ എന്തോ. പക്ഷെ ഇന്നലെ ആസ് യൂഷ്വൽ ബ്രൂണോ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ സെക്കൻഡ് ഗോൾ മാസ്റ്റർ ക്ലാസ്, ഒന്നും പറയാനില്ല. പിന്നെ മൈനു ഉഗാർട്ടെ നല്ല മിഡ് നല്ല പോലെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഉഗാർട്ടേനെ ഞാൻ ആ സൈൻ ചെയ്തപ്പോ തൊട്ട് ഞാൻ പറയാണ്, ഹി വിൽ ബി എ ജം. കഴിഞ്ഞ സീസണിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. അമോറിമിന്റെ ഒരു താല്പര്യമില്ലാത്ത പോലെ കസമറോനെ വെച്ചിട്ട് തന്നെ കളിക്കുകയായിരുന്നു. പക്ഷെ ഇന്നലെ അട്ടാറ് പെർഫോമൻസ് ആയിരുന്നു. ആ അമാദിന് കൊടുത്ത ആ ഒരു അസിസ്റ്റ് ഉണ്ടല്ലോ, ഓഫ് സൈഡ് വിളിച്ചത്, ഡബിൾ നെറ്റ് ബാക്ക് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയേ ഉള്ളൂ. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. പ്രീ സീസൺ ആണല്ലോ, അധികം നമ്മൾ തുള്ളിച്ചാടിയിട്ട് കാര്യമില്ല. കാരണം ബാക്കിയുള്ള ടീംസിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുന്നേരം നമുക്ക് സൈനിങ്സ് ഒന്നും നടത്താൻ പറ്റുന്നില്ല. ബാക്കി എല്ലാവരും വൻ സൈനിങ്സും അതും ഇതുമൊക്കെ നടത്തിയിരിക്കുകയാണ്. നമ്മൾ ആകെ 2 പേരെ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഇനി കുറച്ച് ട്രാൻസ്ഫർ വാർത്തകളിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ കിട്ടിയ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ആന്റണിക്ക് പിന്നാലെ അൽ നസർ, സൗദിയിലെ നമ്മുടെ റൊണാൾഡോന്റെ ടീമായ അൽ നസർ ഫസ്റ്റ് ബിഡ് കൊടുത്തിട്ടുണ്ട്. എത്ര ബിഡ് എമൗണ്ട് കാര്യങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ കുറേ സോഴ്സസും കുറേ ലിങ്ക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ദേ ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ നമ്മുടെ ആന്റണി. അതായത് ജോ ഫെലിക്സിന്റെ സൈനിങ്സ് കഴിഞ്ഞ ദിവസമായിരുന്നു അവർ കൺഫേം ചെയ്തത്. ഹിയർ വി ഗോ വന്നു ചെൽസിയിൽ നിന്നും. അടുത്തത് നമ്മുടെ ആന്റണിയുടെ പിന്നാലെയാണ്. നമ്മൾ യുണൈറ്റഡ് ചോദിക്കുന്നത് 50 മില്യൺ ആണ്. അപ്പൊ അത് തരുവോ, അണ്ടർ നെഗോഷിയേഷൻസ് എന്നാണ് കാണുന്നത്. പക്ഷേ ഈ ആന്റണി കാക്ക ഇതൊന്ന് സൈൻ ചെയ്യുമോന്നാണ്. അവനെ എനിക്ക് റിയൽ ബെറ്റിസ് മാത്രം മതി. റിയൽ ബെറ്റിസ് ആണെങ്കിൽ നമ്മളെ പോലെ തന്നെ 5ന്റെ പൈസ ഇല്ലാണ്ട് കുത്തുവാൾ എടുത്തിരിക്കുകയാണ്. അവന്മാര് മാക്സിമം ഡിലേ ആക്കുന്നുള്ളൂ. നമ്മൾ പ്രൈസ് കുറക്കുവോ അല്ലെങ്കിൽ വീണ്ടും ഒരു ലോണിന് കൊടുക്കുവോ, കൊടുക്കാനേ പാടില്ല. അങ്ങനത്തെ ഒരു സെയില് നമുക്ക് വേണ്ട. ചെൽസിനെയൊക്കെ നോക്ക്, ചെൽസി 50 മില്യൺ ആണ് ഫെലിക്സിനെ കൊടുത്തിരിക്കുന്നത്. എന്താ അത് അടിപൊളി. ലിവർപൂളിന് നോക്കിയ 75 മില്യൺ ആണ് ഡിയാസിനെ കൊടുത്തിരിക്കുന്നത് ബയേണിലേക്ക്. നമ്മളെ പ്ലേയേഴ്സിന് പിന്നെ നമ്മൾ തന്നെ കുറ്റം പറയുന്നില്ല, കളിക്കുന്നില്ല. ഫെലിക്സ് ഒക്കെ എന്ത് തേങ്ങയാണ് കളിച്ചത്. ഫെലിക്സ് ഒന്നും കളിച്ചിട്ട് തന്നെ ഇല്ലല്ലോ. എന്നിട്ട് 50 മില്യൺ കിട്ടുകയാണെങ്കിൽ ആന്റണിക്കൊക്കെ ലോണിൽ പോയിട്ട് ആന്റണി ഏത് ജാതി കളിയായിരുന്നു ബെറ്റിസിൽ. അപ്പൊ 50 ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. 50 കിട്ടുകയാണെങ്കിൽ അൽ നസർ തരേണ്ടതാണ്. അൽ നസർ 2ഉം കൽപ്പിച്ചിട്ടാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഉള്ളത്. അങ്ങനെ ആന്റണീനെ പൊക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു 100ൽ ഒരു 25% ചാൻസസ് ആർ ദർ ഫോർ എ സ്ട്രൈക്കർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുത്താ സെസ്കോനെ ഒന്ന് വാങ്ങിയാൽ മതിയായിരുന്നു. ഹീ ഈസ് റിയലി ഇൻട്രസ്റ്റഡ് ടു ജോയിൻ യുണൈറ്റഡ്. പുള്ളിക്കാരൻ നല്ല ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ മെയിൻ അടി വരിക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി മാക്പീസ്, ന്യൂകാസിൽ യുണൈറ്റഡ് ഒരുമാതിരി എന്താ പറയുക, ഓൾമോസ്റ്റ്
സംഭവം നടന്നു എന്നുള്ള കുറച്ച് ന്യൂസുകൾ കാണുന്നുണ്ട്. പക്ഷെ ഫാബ്രി അണ്ണന്റെയും ഡേവിഡ് ഓർസ്റ്റന്റെയും ഒന്നും ന്യൂസുകളൊന്നും വന്നിട്ടില്ല. പേഴ്സണൽ ടേംസ് ഒക്കെ അഗ്രി ചെയ്തു RB ലെപ്സിക് ആയിട്ട് എന്നൊക്കെ കാണുന്നുണ്ട്. ഒന്നും കൺഫേംഡ് ആയിട്ടില്ല. സെസ്കോ ഒന്ന് കാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആന്റണീന്റെ സെയിൽ നടക്കുവാണെങ്കിൽ ഒന്ന് എറിഞ്ഞു നോക്കാം സെസ്കോന് വേണ്ടിയിട്ട്. കാരണം ഒരു സ്ട്രൈക്കർ ഇല്ലാതെ മുന്നോട്ട് പോക്ക് ഭയങ്കര ഭയങ്കര റിസ്ക് ആണ്. ആസ് യൂഷ്വൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞു സ്ട്രൈക്കർ, മിഡ്, ന്യൂ ഗോൾ കീപ്പർ. കാരണം ഇത് മൂന്നും വേണമായിരുന്നു, പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. നോക്കാം എന്താ സംഭവിക്കാം. പിന്നെ ഒരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൊണാറൂമേന്റെ ലിങ്ക്സ് വളരെ അധികം വന്നിട്ടുണ്ട്. അത് ആരുമായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയും ലൈനിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSG പുതിയൊരു ഗോൾ കീപ്പർ സൈൻ ചെയ്തു, ലുക്കാസ് ചെവലിയർ, ലില്ലിയിൽ നിന്നും. ലില്ലിന്റെ നമ്മൾ കുറെ ലിങ്ക്സ് ഉണ്ടായിരുന്നു. നല്ലൊരു ഗോൾ കീപ്പർ ആയിരുന്നു, ചെറിയ പയ്യനാണ്. പക്ഷെ എന്താ പറയാ, കിട്ടിയില്ല. PSG കൊണ്ടുപോയി. അതായിരുന്നു അവസ്ഥ. PSG കൊണ്ടുപോയ സ്ഥിതിക്ക് ഡൊണാറൂമ ആടെ കാലിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചാൻസ് ഉണ്ട്, കിട്ടിയാൽ കിട്ടും. പക്ഷേ ഇവിടെ 15 മില്യൺ കൊടുത്തിട്ട് ആ ഒരു ഗോൾ കീപ്പറിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഏതായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, എന്നോട് പേര് പറഞ്ഞു, അവനെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോഴാണ് ഡൊണാറൂമേനൊക്കെ എത്രയാ ചോദിക്കാറില്ല. 2026 വരെ കോൺട്രാക്ട് ഉള്ളൂ. പിന്നെ ഫ്രീ ഏജന്റ് ആയിട്ട് എങ്ങനെ കൊണ്ടുവരണം, അതേ നടക്കുള്ളൂ. അപ്പൊ എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കളിയിൽ അല്ലറ ചില്ലറ മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഇനിയും 2 ഗെയിംസ് ഉണ്ട്. എംബോമെ ലാസ്റ്റ് ഗെയിമിന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഗെയിമിലും ഉണ്ടാവില്ല. നെക്സ്റ്റ് പ്രീ സീസൺ ഗെയിമിൽ ഉണ്ടാവും, ലാസ്റ്റ് ഗെയിമിൽ മാത്രമായിരിക്കും വരിക. ആന്റണീന്റെ സെയിൽ ഒന്ന് പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കൊരു സ്ട്രൈക്കറിനെ പൊക്കാനുള്ള സാധ്യതകളുണ്ട്. അത് നടക്കട്ടെ. എങ്ങനെയെങ്കിലും നടന്നാൽ മതിയായിരുന്നു. ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇനിയും പുതിയ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ലൈവ് വരാൻ പറ്റില്ല. ആരും ഒന്നും വിചാരിക്കരുത്, സൺഡേ കുറച്ച് തിരക്കായി പോയി. എന്തായാലും നെക്സ്റ്റ് വീക്കിൽ നമുക്കൊരു ലൈവില് വന്നിട്ട് എല്ലാവർക്കും ഒന്ന് സംസാരിക്കാം. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ ബൈ.